ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മെറിൻ. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ഷിനു ജോൺ. ഞാൻ 2025 നവംബർ 4 ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് യൂട്യൂബിലൂടെയൊക്കെ ഞാൻ സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര വിശ്വാസിയല്ലായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ നിന്ദിക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ബാംഗ്ലൂർ. അങ്ങനെ ഞാൻ അവിടെ ലാസ്റ്റ് ലൈറ്റ് മാതാവിൻ്റെ ചാപ്പലിൽ പോകുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക്. അങ്ങനെ ഒരു അമ്മച്ചിയാണ് എനിക്ക് ഇതിൻ്റെ പത്രം കൊണ്ട് തന്നിട്ട്, മോളെ ഇത് സൂക്ഷിച്ച് വെക്കണം, പ്രാർത്ഥിക്കണം, യൂട്യൂബിൽ സാക്ഷിയൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ അതത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് വിശുദ്ധ സ്ഥലത്ത് ഇത് കൊണ്ട് വെച്ചു. അന്ന് വൈകിട്ട് ഞാൻ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പം ഞാൻ അങ്ങനെ സാക്ഷിയൊന്നും കാണുന്ന ആളല്ലായിരുന്നു. നമുക്കറിയാം, യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാത്രമേ നമുക്കങ്ങനെ റെക്കമെൻഡേഷൻസ് കയറി വരത്തുള്ളൂ. പക്ഷേ എനിക്കറിയത്തില്ല, ഞാനിതുവരെ സാക്ഷ്യം കണ്ടിട്ടില്ല, ആരും എനിക്കിത് സാക്ഷ്യം അയച്ചു തന്നിട്ടില്ല. എന്നാലും ഇതൊരു റെക്കമെൻഡേഷനായിട്ട് ഒരു കുഞ്ഞിൻ്റെ സൗഖ്യത്തെപ്പറ്റി അതിൻ്റെ അമ്മ വന്ന് സാക്ഷ്യം പറയുന്നതാണ് എനിക്കിത് കിട്ടിയത്. അങ്ങനെ എനിക്ക് തന്നെ എൻ്റെ മനസ്സിലാരോ പറയുന്ന പോലെ തോന്നി. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കരധികം പ്രതിസന്ധികൾ, ഒരുപാട് വിഷമങ്ങൾ പോയിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു. എൻ്റെ പപ്പ ഒരു ആക്സിഡൻറ്റിൽ അപ്രതീക്ഷിതമായിട്ട് മരിച്ചു. അപ്പം അതിൻ്റെയൊക്കെ ഒരു സങ്കടങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് പോകുന്ന ഇതായിരുന്നു. അപ്പം അന്നേരം എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കണം അങ്ങനെയുള്ള രീതിയിൽ വന്നതല്ല. എനിക്ക് കുറച്ചുകൂടി സ്പിരിച്വൽ ആവാനും കുറച്ചുകൂടി ദൈവത്തിൽ അടുക്കുവാനും എൻ്റെ സങ്കടങ്ങളൊക്കെ എനിക്ക് ഒന്നിവിടെ വന്ന് പറയാനും ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ MBA ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ ക്വാണ്ടിറ്റേറ്റീവ് ഓപ്പറേഷൻസ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം അതൊരു പ്രാക്ടിക്കൽ പേപ്പറാണ്. അത് എനിക്ക് പ്രാക്ടിക്കൽ വൈസ് ഞാൻ അത്ര സ്മാർട്ടല്ല, ഞാൻ കുറച്ച് വീക്കാണ്. എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്താലേ എനിക്ക് നല്ലതായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായി റിവൈസ് ചെയ്ത് നന്നായി പഠിച്ച് നല്ല കോൺഫിഡൻസോടെയാണ് പോയത്. അപ്പോൾ ഉടമ്പടി വസ്തുക്കളൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. കാശ് രൂപ എപ്പോഴും എൻ്റെ കയ്യിൽ കാണും, അങ്ങനെയാണ് പോയത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, എനിക്ക് സന്തോഷമായി, കാരണം ഞാൻ പഠിച്ചതൊക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായി. പക്ഷേ എഴുതാനിരുന്നപ്പോൾ തൊട്ട് എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ വിറയ്ക്കും. ആൻസറൊക്കെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവുന്ന പോലെയൊക്കെ തോന്നി. എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ 5 മിനിറ്റ് കാശ് രൂപ മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് നേരം ഞാൻ 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്നു. അപ്പം ഞാൻ വിശുദ്ധ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ. അതെൻ്റെ ഓരോ ആൻസർ ഷീറ്റിൻ്റെ ഓരോ താളിലും ഞാൻ വിതറി പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ എന്തൊക്കെയോ എഴുതി പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷം, കാരണം ഒരു 5 വർഷം നോക്കിയാൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലൊക്കെ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഭയങ്കര സന്തോഷം. എനിക്ക് മാത്രം ഒന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ 30 മാർക്കിൻ്റെ ഞാൻ തെറ്റാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം, 30 മാർക്കിൻ്റെ തെറ്റെന്ന് എഴുതുമ്പോൾ തന്നെ തോറ്റുപോകും. അത്രയും ഞാൻ തെറ്റാണ് എഴുതിയേക്കുന്നത്. 30 മാർക്കിൻ്റെയോളം ഞാൻ തെറ്റാണ് എഴുതിയിരിക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും സന്തോഷം ഇറങ്ങി വന്നപ്പോൾ എനിക്ക് മാത്രം ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ അവിടെ വാഷ്റൂമിൽ പോയിരുന്നു, ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം എനിക്ക് അത്ര ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷേ അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ യേശുപ്പച്ചൻ എനിക്കിത് തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഞാൻ ജയിച്ചു. അതും ഞാൻ പ്രതീക്ഷിച്ചതിലും 5 മാർക്ക് കൂടുതൽ നിന്നാണ് എൻ്റെ യേശുപ്പച്ചൻ എന്നെ ജയിപ്പിച്ചത്. അത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ യേശുപ്പച്ചൻ മാത്രം ഇടപെട്ടതുകൊണ്ട്, ആ രേഖകളൊക്കെ എൻ്റെ യേശുപ്പച്ചൻ തൊട്ടതുകൊണ്ട് മാത്രമാണ് ഞാനത് ജയിച്ചത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം പ്ലേസ്മെൻറ്റ്സ് വരും. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ഡീസൻറ്റ് പ്രൈവറ്റ് കോളേജിലാണ് MBA ഞാൻ ചെയ്തത്. അപ്പോൾ പ്ലേസ്മെൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു, കമ്പനീസ് വരുന്നുണ്ടായിരുന്നു. സോ ഈവൻ സ്റ്റാർട്ടപ്സിൻ്റെ കമ്പനിയിലാണെങ്കിൽ പോലും എനിക്ക് റിജക്ഷൻസ് മാത്രമേ കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം MBAയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ജോബ് മാർക്കറ്റിൽ സപ്ലൈ കൂടുതലാണെങ്കിലും ഡിമാൻഡ് വളരെയധികം കുറവാണ്. കാരണം ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കോഴ്സാണ് MBA എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സ്മാർട്ടായവർക്ക് മാത്രമേ ഒരു നല്ല കമ്പനിയിൽ കിട്ടത്തുള്ളൂ, ഒരു നല്ല പോസ്റ്റിങ്. അപ്പോൾ എനിക്ക് അത്രയും സ്മാർട്ട്നെസ് ഒന്നുമില്ല, അതിലത്രയും മെറിറ്റ് ഒന്നും എനിക്കില്ല. ഞാൻ ഒരുപാട് കമ്പനിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു, എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് ഭയങ്കര റിജക്ഷൻ. പക്ഷേ അപ്പോഴും ഞാൻ യേശുപ്പച്ചനോട് അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയി, കാരുണ്യ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയി, ഞാൻ എൻ്റെ ആത്മീയ ജീവിതവും നല്ല രീതിയിൽ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് അപ്പോഴും വിശ്വാസമുണ്ട് എൻ്റെ യേശുപ്പച്ചൻ എന്നെ കൈവിടത്തില്ലെന്നുള്ളത്.
അങ്ങനെയാണ് എനിക്ക് ഒരു പ്രാവശ്യം പ്ലേസ്മെൻറ്റിൻ്റെ ഗ്രൂപ്പിൽ ഒരു US കമ്പനി, അതൊരു ടോപ്പ് MNC ആണ്, ഒരു US കമ്പനി ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. 10 വേക്കൻസീസ് ആണുള്ളത്. ഓൾ ഇന്ത്യ എന്നാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഇത് ലിങ്ക് ഞങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പിലെ മാം ഇടുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, കാരണം ടോപ്പ് ടയർ കോളേജസിൽ നിന്ന് കുട്ടികളുണ്ട്, IIM പോലുള്ള കോളേജിൽ നിന്ന് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ അല്ല ഒരു സാധാരണ പ്രൈവറ്റ് MBA കോളേജിൽ പഠിക്കുന്ന എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ എൻ്റെ മെറിറ്റ് ഒരിക്കലും വർക്കാവത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു നീ ചെയ്ത് നിനക്കുള്ളതാണ്, നീ ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ അത് പരിശുദ്ധാത്മാവായിരിക്കും. ഞാനത് ചെയ്തു. ഒരു മാസം. അപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് 9 കുട്ടികളാണ്, ഞങ്ങളുടെ കോളേജ് അത് ഓൾ ഇന്ത്യയിൽ നിന്നാണ് അവർ ഹയർ ചെയ്യുന്നത്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് 9 കുട്ടികളാണ് ചെയ്തത്. അതിൽ ഇൻ്റർവ്യൂ കോൾ എനിക്ക് മാത്രമേ വന്നുള്ളൂ ആ കോളേജിൽ. അതൊരിക്കലും എൻ്റെ മെറിറ്റ് അല്ല, കാരണം ഞാൻ അവരുടെയൊക്കെ ഞാൻ CV കണ്ടതാണ്. അതൊന്നും കമ്പയർ ചെയ്യാൻ പോലും എൻ്റെ CV പറ്റത്തില്ല, കാരണം അത്ര എന്താ പറയുന്നത് ഒരു പുഴുവാണ് ഞാൻ അതിനകത്ത്. അത്ര മെറിറ്റ് ഇല്ല എനിക്ക്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. 3 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 3ഉം വെർച്വൽ മോഡായിരുന്നു. അവിടെ ഞാൻ വിശുദ്ധ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടാണ് ഇൻ്റർവ്യൂവിന് ഇരുന്നത്. ഞാൻ വിശുദ്ധ എണ്ണ, ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പൂശി. ഉപ്പ് വിശുദ്ധ ഉപ്പ് ഞാൻ ലാപ്ടോപ്പിൻ്റെ അവിടെ വിതറി. പിന്നെ പരിശുദ്ധ അമ്മയുടെ രൂപം, യേശുപ്പച്ചൻ്റെ ഫോട്ടോയും ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ വിശുദ്ധ തിരി കത്തിച്ചു വെച്ചിട്ടാണ് 3 റൗണ്ടിനും ഞാൻ ഇരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. അവിടെ തന്നെ ഈ ടോപ്പ് ടിയർ കോളേജിൽ നിന്ന് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ പകുതി ഇത് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ 10 പേരുണ്ടായിരുന്നു, കിട്ടത്തില്ലെന്നുള്ളൊരിതാണ്. കാരണം എൻ്റെ മെറിറ്റ് ഒരിക്കലും അവിടെ വർക്കാവത്തില്ല. പക്ഷേ അതിന് കിട്ടി. സെക്കൻഡ് റൗണ്ടിൽ കിട്ടി, 3rd റൗണ്ടിലും കിട്ടി. അങ്ങനെ ഈ 3ാമത്തെ റൗണ്ട് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഇതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടോണ്ടിരുന്ന സമയത്ത് എൻ്റെ മെഴുകുതിരിയിൽ 22 തെളിഞ്ഞു. 22. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും, ഇനി ഉറക്കച്ചടവ് എല്ലാം തോന്നുന്നതാണോ, അങ്ങനെ വിചാരിച്ചു. പക്ഷേ വീണ്ടും ഞാൻ നോക്കി 22 തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാനത് ഫോണിൽ ഫോട്ടോ എടുക്കാൻ വന്ന ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് കൊണ്ട് അത് മാറി. ഫോണിൽ ഫോട്ടോ എടുക്കാൻ ഞാൻ വന്നതാണ്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് കൊണ്ട് അത് മാറി. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ലാസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ മെയ് 22-നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമായി, ഭയങ്കര ആശ്വാസമായി. കാരണം ഇത് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് യേശുപ്പച്ചൻ മാതാവിലൂടെ എനിക്ക് പറയുന്ന പോലെ എനിക്ക് തോന്നി ഇത് നിനക്കുള്ളതാണ്. അങ്ങനെ 22-ാം തീയതി ലാസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. 3 ആൾക്കാരായിരുന്നു ആ പാനലിലുണ്ടായിരുന്നത്. കുറേ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. എനിക്കറിയത്തില്ല ഞാനത് എങ്ങനെ ആൻസർ പറഞ്ഞെന്ന്. കുറേ സിനാരിയോസൊക്കെ തന്നു. അതൊക്കെ ഞാൻ ആൻസർ പറഞ്ഞു. അതൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച, മാതാവേ നിൻ്റെ കണ്ണുകളിലൂടെ ആയിരിക്കണേ അവരെന്നെ കാണുന്നത്, യേശുപ്പച്ച നിൻ്റെ നാവിലൂടെ ആയിരിക്കണേ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നത്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം HR വിളിച്ച് പറയുവാണ്, കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ മാനേജ്മെൻറ്റ് ട്രെയിനി പൊസിഷനിൽ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം അന്നേരം അതിനുശേഷം ഇവരൊരു ഫസ്റ്റ് മീറ്റിംഗ് വെച്ചായിരുന്നു. അന്നേരമാണ് ഇവർ പറഞ്ഞത് 4000 ആപ്ലിക്കേഷൻസാണ് ഇവർക്ക് കിട്ടിയത്, 10 പേരെ മാത്രമേ ഇവർ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിലൊരാളായിരുന്നു ഞാൻ. ഒരിക്കലും അത് എൻ്റെ മെറിറ്റിലല്ല അത് വർക്ക് ചെയ്തത്. അത് യേശുപ്പച്ചൻ, അമ്മ മാതാവ് യേശുപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഭയങ്കര സീംലെസ് ആയിട്ട് മേടിച്ച് തന്നതുപോലെയാണ് എനിക്കത് തോന്നിയത്. 3ാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പം തൊട്ട് എനിക്ക് ടോൺസിലൈറ്റിസിൻ്റെ പ്രോബ്ലം ഉണ്ട്. പനിയൊക്കെ, ചെറിയൊരു കോൾഡ് വന്നാൽ പോലും ഭയങ്കര ഇൻഫെക്ഷനാണ് വരുന്നത്. എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റത്തില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. കാരണം പുറത്തു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തൈറോയിഡ് പോലെ അതിങ്ങനെ വീർത്തിരിക്കും, അകത്തും വീർത്തിരിക്കും. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇടത്തേത് റിമൂവ് ചെയ്യണം, കാരണം അത് ഭയങ്കര ഇൻഫെക്റ്റഡ് ആണ്, അത് പിന്നീട് ഭാവിയിൽ കുറച്ച് ദൂഷ്യം ഉണ്ടാവും. പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സർജറി ചെയ്യാൻ പോലും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു, ഞാൻ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു, ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു, ഞാൻ തൈലം ഞാൻ എന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ തൊണ്ടയിൽ തൊടുമായിരുന്നു. ഞാൻ ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ ഉടമ്പടി 2025 നവംബർ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 1 മാസത്തിന് ശേഷം എൻ്റെ അത് പൂർണ്ണമായിട്ടും സൗഖ്യമായി.
എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. വലിയ വലിയ പനി വന്നാൽ തൊണ്ടയിലൊരു ചെറിയ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ അല്ലാതെ എനിക്കത് ബൾജ് ചെയ്യുകയോ അത് ഇൻഫെക്റ്റഡ് ആവുകയോ ഒന്നും ചെയ്തില്ല. അത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പോൾ ഇവിടെ ഇന്ന് വരെ എനിക്കതിൻ്റെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അങ്ങനെ ഉടമ്പടി എടുത്ത ഒരു മാസത്തിന് ശേഷമാണ് അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും അത് മാറി. ഇപ്പോഴും പനി വന്നിട്ടുണ്ട്. 2 മാസത്തിന് മുമ്പ് പനി വന്നായിരുന്നു. പക്ഷേ എന്നാലും ഒരു പ്രശ്നവും ടോൺസിലൈറ്റിസിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അത് കംപ്ലീറ്റ്ലി മാറി. എനിക്ക് കുഞ്ഞിലെ തൊട്ടേ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടായിരുന്നു അത്. ഒരുപാട് മരുന്ന് കഴിച്ചു, അലോപ്പതിയും ആയുർവേദവും ഒക്കെ കഴിച്ചു, എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ വിശുദ്ധ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്കിപ്പോൾ അത് കംപ്ലീറ്റ്ലി ക്യൂറായി. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒരു ഇറിറ്റേഷനായിട്ട് ഒന്നുമില്ല. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഒരു സാക്ഷ്യമാണ്. അമ്മയുടെ വലത് കയ്യിൽ കുറേ വർഷമായിട്ടൊരു ഗ്ലാൻഡ് വളർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും അത്ര കാര്യമാക്കിയില്ല. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞാൽ അമ്മ പറയും, സാരമില്ല, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും, സാരമില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് അത് ഭയങ്കരമായിട്ട് അങ്ങ് ബൾജായിട്ട് അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയൊരു വസ്തു പോലും കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം വേദനയായി. അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നമുക്ക് പേടിയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉള്ള അവയവം അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ മുഴ വന്നാൽ പോലും നമുക്കറിയാം. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് എന്തൊക്കെ ഹാംഫുൾ എഫക്ട്സ് ആണ് അതിനകത്തുണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് ഓർത്തിട്ട്, ഭയങ്കര വിഷമമായിരുന്നു അത് ഓർത്തിട്ട്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് പ്രശ്നമൊന്നുമില്ല, നമുക്കത് ആ ഒരു ഗ്ലാൻഡ് നമുക്ക് സർജറി ചെയ്ത് കളഞ്ഞാൽ മതി, അതങ്ങ് മാറിക്കോളും, അതിനകത്ത് ഇനി ഗ്രോത്ത് ഒന്നും വരത്തില്ല. അപ്പോഴും ഇത് കാണിക്കാൻ പോയപ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് പോയത്. അവിടെ യേശുപ്പച്ചൻ നമ്മളെ കൈവിട്ടില്ല, അത് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്ത് എന്ത് കഴിഞ്ഞാലും ഈ ഒരു മുറിവ് അങ്ങോട്ട് ഉണങ്ങുന്നില്ല. അപ്പോൾ അതിനകത്തൊന്ന് പഴുപ്പും വെള്ളവും ഒക്കെ വരുവാണ്, അതിനകത്തൊന്നും ഉണങ്ങുന്നില്ല. അപ്പം നമ്മൾ മരുന്ന് ഉപയോഗിച്ചു. ഡോക്ടറെ പിന്നെയും പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അതങ്ങ് മാറിക്കോളും. 1 ആഴ്ചയോ 2 ആഴ്ചയോ അത് മാറുന്നില്ല. അങ്ങനെ പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് പ്രാർത്ഥിച്ചതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ അതിനകത്തൊന്നും പഴുപ്പും വരുന്നില്ല, വെള്ളവും വരുന്നില്ല. അത് പൂർണ്ണമായിട്ടും അമ്മയുടെ കയ്യിൽ അത് കരിഞ്ഞു. അതിനുശേഷം അപ്പം ചേച്ചിക്ക് ഇവിടെ അമ്മയുടെ പേരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം ചേച്ചിയും പുറത്താണ്, ഞാനും ബാംഗ്ലൂരാണ് PG ചെയ്തത്. അപ്പോൾ അമ്മ മാത്രമുള്ളൂ എല്ലാ കാര്യത്തിനും പുറത്തൊക്കെ പോകാൻ. അങ്ങനെ ഒരു പ്രാവശ്യം അമ്മ വീട്ടിലേക്കുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് ടൗണിൽ നിന്ന് വീട്ടിലോട്ട് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ട്രക്ക് വന്ന് അമ്മയുടെ ഹാൻഡിലിൽ 2 വീലറിൻ്റെ ഹാൻഡിലിൽ തട്ടി. അപ്പോൾ അത് കണ്ട് നിന്നവരെല്ലാം പറഞ്ഞു അത് അമ്മ നടുക്കോട്ട് വീഴേണ്ടതായിരുന്നു, പക്ഷേ അമ്മ ഇടത്തോട്ട് സൈഡിലോട്ടാണ് വീണത്. അത് വണ്ടി വരുന്നിടത്ത് വീണിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി വന്ന് ഇടിച്ച് അത് വേറൊരു ഇതായേനെ. അപ്പോൾ അത് കണ്ടു നിന്നവരെല്ലാം പറഞ്ഞു അത് ദൈവത്തിൻ്റെ ഒരു കരുതൽ കൊണ്ട് മാത്രമാണ് അത് പോയത്. അങ്ങനെ ഒരു കൊട പോലെയാണ് എൻ്റെ യേശുപ്പച്ചൻ ഇപ്പോൾ നമ്മളെ ഒരു കൊടക്കീഴിലാണ് നമ്മുടെ ഒരു ഫാമിലിയെ ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ എനിക്ക് ഉടമ്പടി എടുത്തിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം നിവർത്തിച്ചു എന്നതിലുപരി കുറേ ആത്മീയമായിട്ടുള്ള ഇത് ജീവിതം നയിക്കാനായിട്ട് പറ്റി. ഞാൻ കുഞ്ഞിലെ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ പോലും അരമണിക്കൂറൊന്നും ബൈബിൾ വായിച്ച് ധ്യാനിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് ചെയ്യും. പിന്നെ ഞാനൊരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ്. അപ്പം നമുക്ക് കൊന്ത ചൊല്ലുന്ന ഒരിതില്ല. അത് ഞാൻ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട് കാത്തലിക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ ചൊല്ലുന്നത് പറഞ്ഞു തന്നു. അങ്ങനെ യൂട്യൂബിൽ നോക്കി കൊന്ത ചൊല്ലാൻ ഞാൻ പഠിച്ചു. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കൊന്ത ചൊല്ലാത്തൊരു ദിവസമില്ല. എനിക്ക് പ്രാർത്ഥനയിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ കൊന്ത ചൊല്ലുന്നതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മൾ ചെയ്തത് പത്രം മേടിച്ച് കൊടുക്കുമായിരുന്നു. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്, അപ്പോൾ അവിടെ കൊടുക്കുമായിരുന്നു. പിന്നെ യേശുപ്പച്ചനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും, മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കും അറിയാത്തവർക്ക്, അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ പത്രം മേടിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ എല്ലാ ചൊവ്വാഴ്ച ദിവസത്തിലെ എല്ലാ ധ്യാനവും കൂടും, എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്ത് കൊടുക്കും. അതായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം. കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്തത് ഓർഫനേജിലെ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് കൊടുക്കും, പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കാര്യങ്ങൾ ജെന്യുവിനായിട്ട് കാണുന്നുണ്ടോ അതെല്ലാം അവർക്ക് ധനസഹായം കൊടുക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ അവർക്ക് ധനസഹായം കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത്.
ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ്, ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നത്. സമയച്ചുരുക്കം കൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ചേച്ചിക്കും ഒക്കെ അനുഗ്രഹങ്ങൾ കിട്ടി. അവർക്ക് വേണ്ടി ഒക്കെ ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ യേശുപ്പച്ചൻ അമ്മ മാതാവ് വഴി തന്നിട്ടുണ്ട്. കാര്യങ്ങൾ നിവർത്തിക്കുന്നതിലുപരി നമുക്കൊരു ഭയങ്കര ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടാവും, നമുക്ക് ഭയങ്കര ക്ഷമയുണ്ടാവും, മറ്റുള്ളവരോടൊരു എമ്പതി നമുക്കുണ്ടാവും. സിമ്പതി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ നമ്മൾ അവരെ പറ്റി ചിന്തിക്കാൻ, ഒരു എമ്പത്തറ്റിക് ആവാൻ നമുക്ക് ഈ ഒരു ഉടമ്പടി വഴി നമുക്ക് പറ്റും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും എൻ്റെ യേശുപ്പച്ചനും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 15-ാം തിരുവചനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ത്ലേഹം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. മെറിൻ എന്ന ഈ സഹോദരി എനിക്കും ഇതൊന്ന് പോയി കാണണം എന്ന, അതുപോലെ എനിക്കൊന്ന് നന്നായി പ്രാർത്ഥിക്കണം എന്ന വലിയ ആഗ്രഹത്തോടു കൂടിയാണ് മെറിൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് ഒരു MBA സ്റ്റുഡൻ്റായ ഈ മകളിവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മകളുടെ വാക്കുകളിൽ തന്നെ പറയുന്നത്, ഞാനൊരു അനുഗ്രഹപ്രാപ്തിക്ക് വേണ്ടിയല്ല ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തതെന്ന് മകൾ പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ സാക്ഷ്യം ഏറ്റുപറയുന്നുണ്ട്. മെറിൻ ഒരു സാധാരണ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച MBA സ്റ്റുഡൻ്റാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ തന്നെ അയോഗ്യതകളെ ഏറ്റുപറയുകയും, എനിക്ക് ഒരു നല്ല US കമ്പനിയിൽ ജോലി കിട്ടാൻ മാത്രം യാതൊരു മെറിറ്റും എനിക്കില്ല, എൻ്റെ മെറിറ്റ് എല്ലാം 0 ആയി. കാരണം 2000 പേരുടെ ഒരു ഇൻ്റർവ്യൂവിലാണ് 10 പേരെ മാത്രം ഇൻ്റർവ്യൂ കോളിന് വിളിച്ച് അതിലൊരാളായി ഞാനിന്ന് ഹെക്സാവെയർ ടെക്നോളജീസിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് ഇന്ന് ഈ മകൾ ജോലിയുടെ വലിയ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയേണ്ടത് നമ്മുടെ ജോലിക്കോ പദവിക്കോ വേണ്ടിയല്ല, അവിടുത്തെ സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയ ആത്മാ അഭിഷേകത്തിനാണ് നാം ഇപ്പോഴും നന്ദി പറയേണ്ടത്. നമ്മൾ പറയുകയുണ്ടായി, എൻ്റെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്, ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ജപമാലയാണ്. ജപമാല എന്ന് വെച്ചാൽ അത് അമ്മയോട് ചേർന്ന് ഈശോയുടെയും അമ്മയുടെയും ആ ദിവ്യരഹസ്യങ്ങൾ ഉൾക്കൊണ്ട് 1.5 മണിക്കൂറിൽ നാം വളരെ മൗനമായി ഈശോയുടെ അമ്മയോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന മനോഹരമായ പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വാക്കുകളിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ച് അച്ഛൻ വിശേഷിപ്പിക്കുന്നത് തന്നെ അതൊരു സ്വർണ്ണഖനിയാണ്, തേനൊഴുകുന്ന ഒരു സ്വർണ്ണഖനിയാണെന്നാണ് അച്ഛൻ നമ്മെ പ്രബോധനങ്ങളിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളെ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മനോഹരമായ പ്രാർത്ഥന, ഈശോയുടെ പീഡാനുഭവത്വവും ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള മനോഹരമായ പ്രാർത്ഥന മകൾ ഏറ്റുചൊല്ലുകയാണ്. നമുക്കെപ്പോഴും നമ്മുടെ ഈശോയോടുള്ള വിശ്വസ്തതയും ആത്മാർത്ഥതയും നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്കായിരിക്കാം. അതുപോലെ തന്നെ മകൾക്ക് ടോൺസിലൈറ്റിസ് എന്ന ഈ അസുഖത്തിൽ നിന്നുള്ള വിടുതൽ മകൾ പറയുകയുണ്ടായി. വളരെ ചെറുപ്പം മുതലേ തന്നെ വളരെ സങ്കടത്തോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഉടമ്പടി ചെയ്ത് 1 മാസത്തിനുള്ളിൽ ശുദ്ധവസ്തുക്കളുടെ ഉപയോഗം മൂലം മകൾക്ക് ഇപ്പോൾ ഒരു പൂർണ്ണ സൗഖ്യം ലഭിച്ചുവെന്ന് മകളേറ്റ് പറയുന്നു. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന, വളരെ ചെറുപ്പം മുതലുണ്ടായിരുന്ന കയ്യിലെ ഗ്ലാൻഡ് സർജറി ചെയ്തെങ്കിലും അത് കരിയുന്നുണ്ടായിരുന്നില്ല. ആ പഴുപ്പും ചെലവുമെല്ലാം ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പരിപൂർണ്ണ സൗഖ്യത്തിൽ. ഇതെല്ലാം സൗഖ്യം പ്രാപ്യമാകുന്നത് വിശ്വാസ പ്രയോഗവും വിശ്വാസ കൈമാറ്റവും എല്ലാം നടക്കുമ്പോഴാണെന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കും. മെറീനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം സമാനമായ ജോലിയില്ലാതെ വിഷമിക്കുന്ന, പഠനത്തിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ, അവസ്ഥകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.